ഭാരതത്തിന്റെ പുനരുപയോഗിക്കാനാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പകിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. രാവിലെ 7:10 പുഷ്പക് RLV മൂന്നാം ഘട്ട പരീക്ഷണ വാഹനം ഭൂമിയിൽ തൊട്ടത്. വീണ്ടും ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം എന്ന പേരിനെ അന്വർത്ഥമാക്കി രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിച്ച പുഷ്പക് യൂണിറ്റ് തന്നെയാണ് ഇന്ന് പരീക്ഷണ പറക്കൽ നടത്തിയത്. റൺവേയിൽ നിന്നും 4500 മീറ്റർ ഉയരത്തിൽ 4 കിലോമീറ്റർ അകലെ നിന്നായിരുന്നു പരീക്ഷണം. മാത്രമല്ല, റൺവേക്ക് സമാന്തരമായി 500 മീറ്റർ മാറിയായിരുന്നു പരീക്ഷണ പറക്കലിനായി പുഷ്പകിനെ ഹെലികോപ്റ്ററിൽ നിന്നും വേർപെടുത്തിയത്. വ്യോമസേനയുടെ ഷിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. രണ്ടാം ഘട്ടത്തെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനാണ് മൂന്നാം ഘട്ട പരീക്ഷണം. നമ്മൾ നടത്തുന്നത് ലാൻഡിംഗ് പരീക്ഷണമാണ്. അതായത് ഈ RLVയെ ഏതാണ്ട് 4.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഹെലികോപ്റ്റർ, ചിനൂക്ക് ഹെലികോപ്റ്റർ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ റിലീസ് ചെയ്യുക, ഒരു റൺവേയിൽ നിന്നൊരു 4 കിലോമീറ്റർ അകലെ. എന്നിട്ട് ഈ RLVയിലുള്ള പലതരം സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസറിൻ്റെ ഫ്യൂഷൻ വെച്ചിട്ട് അത് കൃത്യമായിട്ട് റൺവേയുടെ മിഡിൽ കണ്ടുപിടിച്ച് റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യുക. അതും വളരെ ഉയർന്ന വേഗതയിൽ ഏതാണ്ട് 320 km/h വന്ന് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് അല്പം ലളിതമായിരുന്നു. രണ്ടാമതാക്കിയപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവല് കൂട്ടി കൂടുതൽ ടാസ്കുകൾ കൊടുക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് റൺവേയിൽ നിന്നും ഈ പറയുന്ന പോലെ 4.2 കിലോമീറ്റർ ദൂരം 4.5 കിലോമീറ്റർ അകലത്തിൽ വെച്ചിട്ട് ഈ റൺവേയിൽ നിന്നും തിരശ്ചീനമായിട്ട് ലാറ്ററലായിട്ട് ഒരു 500 കിലോമീറ്റർ, 1/2 കിലോമീറ്ററോളം അകലെ, ആ അകലെ അവിടെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ RLVയുടെ അതിലുള്ള എയറോഡൈനാമിക് സർഫസസ് ഉണ്ട്, ലിവോൺസ്, അതുപോലുള്ള സർഫസ് ഉപയോഗിച്ച് ബാങ്ക് ചെയ്ത് കൃത്യമായിട്ട് മാനുവർ ചെയ്ത് ആ റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ 2 പരീക്ഷണത്തെ അപേക്ഷിച്ച് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. കർണാടക ചിത്രദുർഗയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് വിജയകരമായ പരീക്ഷണം നടന്നത്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ ഉൾപ്പെടെ അയക്കുന്നതിനും വീണ്ടും ഉപയോഗിക്കുന്നതിനും പര്യാപ്തമായ വാഹനമായാണ് പുഷ്പക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബഹിരാകാശത്തെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണങ്ങൾ മുതൽ ജീവശാസ്ത്ര ഗവേഷണങ്ങൾ പോലും സാധ്യമാകുന്ന പ്ലാറ്റ്ഫോമായി പുഷ്പകിന് പ്രവർത്തിക്കാനാകും. സയൻസ് ഡെസ്ക്, ജനം.